ഒരു ചെറിയ ബോഗൺവില്ലയുടെ കമ്പ്. വണ്ണവും കുറവാണ്, നീളവും കുറവാണ്. ഇതാ ഒരു ഈർക്കിലാണ് കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഉണ്ടോ? ഈർക്കിലിയുടെ വണ്ണവും ബോഗൺവില്ലയുടെ വണ്ണവും. ഈർക്കിലി തന്നെയാണ്. ഈർക്കിലി ചെയ്യിക്കൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്ത കാണികൾക്കൊക്കെ ഒരു ബോറാവുമല്ലോ, അത് കാരണം അങ്ങനെ ചെയ്യാത്ത. ഇത് 3 മാസമായി. ഇത് ഇങ്ങനെ നിന്നാൽ പൂവൊന്നും വരില്ല. നമ്മൾ ശ്രദ്ധയോടെ പരിപാലിക്കണം. ഇവിടെ അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ എന്തെന്ന് വീണ്ടും ഞാൻ റീപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടി ചെടിച്ചട്ടി ഒരുക്കിയിരിക്കുന്നു. അടിയിൽ നിറച്ച പച്ചിലകളായിട്ടിരിക്കുന്നത്. ഇതേ കുറച്ച് മണ്ണ് കിട്ടും. ഇത് നമ്മൾ ഈ കവർ മാറ്റി നട്ട് കഴിഞ്ഞാണ്ടല്ലോ, ഈ കവർ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണെല്ലാം ചാടിപ്പോയാൽ ചെടി പോകും. ചെടിക്ക് കരുത്തൊന്നും അധികമില്ല, ചെറിയ ഇലകളുമാണ്. പിന്നെ എന്നാ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു കത്തിയാണ്. ഇത് ഉപയോഗിച്ച് നമ്മളിത് നന്നായിട്ട് അങ്ങ് വരഞ്ഞു കൊടുക്കുക. എന്നുവെച്ചാൽ വേരുകൾക്ക് താഴോട്ട് പോവുകയും ചെയ്യണം. പിന്നീട് നമുക്ക് ഈ പ്ലാസ്റ്റിക് എടുത്ത് കളയണം. അപ്പോൾ നമ്മൾ എടുത്ത് കളയാൻ നോക്കണ്ട. ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അടിവശം താഴോട്ട് വേരെല്ലാം പൊക്കോളും. ഈ വേരുകൾ മൊത്തം താഴോട്ട് പോകും. ശ്രദ്ധയോടെ വേണേ, വരയുമ്പം പോകരുത്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് എടുത്ത് പിന്നീട് മാറ്റത്തക്ക രീതിയിൽ നട്ടു കൊടുക്കാവുള്ളൂ. മണ്ണൊക്കെ പതുക്കെ മാറി തുടങ്ങി. അങ്ങനെ ആണെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ വേണം ചെയ്യണം. അധികം കരുത്തില്ലാത്തൊരു ചെടിയാണ്. നമുക്കിത് ഇതേ വടി ഈ ചെടിച്ചട്ടിയിലോട്ട് വയ്ക്കാം. പതുക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റിയാൽ മതി. ഈ മുകളിലത്തെ കൂട് നമുക്ക് വെച്ചതിന് ശേഷം പതുക്കെ മാറ്റത്തക്ക രീതിയിൽ വരയാം. അത് പതുക്കെ മണ്ണ് ചാടുന്നുണ്ട്. മണ്ണ് ചാടിയാൽ നമ്മുടെ ചെടി പോകും. അതായത് ഇപ്പം തന്നെ ഈ മണ്ണിലോട്ട് വയ്ക്കുക. മണ്ണിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ കവറിഞ്ഞ് പതുക്കെ മാറ്റിക്കളയാം. മൊത്തം ഉടനെ മാറ്റാൻ പറ്റില്ലെങ്കിൽ മാറ്റണ്ട, പതുക്കെ മാറ്റിയാൽ മതി. ഇത് മണലിലാണ് വെച്ചിരിക്കുന്നത്. അത് കാരണമാണ് ഞാൻ മൊത്തം മാറ്റാത്തത്. കവർ മാറ്റി ഇനി അടിയിൽ നിന്നുള്ളത് പതുക്കെ മാറ്റി കൊടുക്കാം. ഇനി പതുക്കെ വെയിലത്ത് വെച്ച് ഇത്ര നിന്ന് നമ്മൾ ശ്രദ്ധയോടെ ചെയ്ത്, കാരണം ഈ ചെറിയ വെയിലൊക്കെ 2 ദിവസത്തേക്ക് അടിപ്പിക്കാൻ കുഴപ്പമില്ല. ഇത് പതുക്കെ ഇത് താഴോട്ട് വന്നോളും. കാരണം വെച്ചാൽ അടിയിരിക്കുന്ന ഇലകൾ ചീഞ്ഞു പോകുന്നതനുസരിച്ച് നമ്മുടെ ഈ ബോഗൺവില്ലയും താഴോട്ട് വന്നോളും. ഇതിപ്പോൾ ഇങ്ങനെ കറി വെച്ചിട്ട് 3 മാസമായി. ഏകദേശം ഇപ്പോൾ ഒരു ഒക്ടോബർ മാസമായി. ഇനി നമ്മൾ ശ്രദ്ധയായ പരിചരണത്തിലൂടെ ചെടി നമുക്ക് നന്നാക്കി എടുക്കാം.